ഇനി പിഴയില്ല. റോഡിൽ നിയമം ലംഘിച്ചാൽ സസ്പെൻഷൻ ഉടൻ കയ്യിലെത്തും. ഓപ്പറേഷൻ സുരക്ഷ പണി തുടങ്ങിക്കഴിഞ്ഞു. റോഡിൽ നിയമം ലംഘിച്ചാൽ പിഴയടച്ച് ഊരിപ്പോരുന്ന സമ്പ്രദായം ഇനിയില്ല. പിടിക്കപ്പെട്ടവന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഓപ്പറേഷൻ സുരക്ഷാ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം നിരത്തുകളിലെ അപകടങ്ങൾ കുറയ്ക്കുമെന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കൽ, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, റെഡ് ലൈറ്റ് ലംഘനം, അമിത വേഗത, ചരക്ക് വാഹനങ്ങളിൽ യാത്രക്കാരെ കയറ്റൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കിവിടാതെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതാണ് നിയമം. അപകടങ്ങൾ സംഭവിച്ചാൽ പോലീസ് പ്രതി ചേർക്കുന്നയാളുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യപ്പെടും. മുമ്പ് ലൈസൻസ് വിലക്കാക്കാൻ ജോയിന്റ് ആർടിഒയ്ക്കായിരുന്നു അധികാരം. ഓപ്പറേഷൻ സുരക്ഷ വന്നതോടെ MVIമാർക്കും ലൈസൻസ് വിലക്കുവാൻ അധികാരമുണ്ട്. ലൈസൻസുമായി ബന്ധപ്പെട്ട ഗതാഗത നിയമലംഘനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എല്ലാ RTO, സബ് RTO ഓഫീസുകളിലും പ്രത്യേക സെൽ രൂപവൽക്കരിക്കുവാനും മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. ക്ലർക്ക്, സൂപ്പർവൈസറി ഉദ്യോഗസ്ഥൻ, മോട്ടോർ വാഹന ഇൻസ്പെക്ടർ തുടങ്ങിയവരാണ് സെല്ലിൽ ഉണ്ടാവുക. ലംഘനങ്ങൾ നേരിട്ട് പിടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നോട്ടീസ് കുറ്റാരോപിതനും പ്രത്യേക സെല്ലിനും നൽകും. 5 തവണയിൽ കൂടുതൽ ലംഘനം പിടിക്കപ്പെട്ടാൽ സസ്പെൻഡിനു പകരം ലൈസൻസ് റദ്ദാക്കും. ക്യാമറ വഴി ലംഘനം പിടിക്കപ്പെട്ട് നൽകുന്ന നോട്ടീസിന് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഉടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയും എടുക്കും. ഉദ്യോഗസ്ഥർ ലൈസൻസ് വിലക്കുന്ന നോട്ടീസ് നൽകുമ്പോൾ വിലക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് വാഹനം കണ്ടുകെട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കാം. ചരക്ക് വാഹനമാണെങ്കിൽ പെർമിറ്റ് ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുള്ളത്. റോഡിൽ നിയമം കർശനമാക്കി അപകട നിരക്ക് കുറയ്ക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ നടപടി. CCA ന്യൂസ്, ഒറ്റപ്പാലം.